കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വിശദമാക്കുന്നത് അടുക്കളത്തോട്ടം ഒരുക്കുന്ന തുടക്കക്കാരായ സുഹൃത്തുക്കൾക്ക് വലിയ പൈസ ചെലവില്ലാത്ത രീതിയിൽ നമുക്ക് തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പോട്ടി മിക്സ് തയ്യാറാക്കുന്നതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാ കാർഷിക വീഡിയോയിലും നിങ്ങൾ സ്ഥിരമായി കേൾക്കുന്ന ഒന്നാണ് പോട്ടി മിക്സ് എന്നത്. ആദ്യം തന്നെ എന്താണ് ഈ പോട്ടി മിക്സ് എന്ന് പറയാം. ജൈവ അജൈവ ഘടകങ്ങളുടെ മിശ്രിതത്തിൽ നിന്ന് നിർമ്മിച്ച് വളരെ കുറച്ച് മണ്ണ് മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു ഘടകമാണ് പോട്ടി മിക്സ് എന്നത്. നാം ഗ്രോ ബാഗിലും ചെടിച്ചട്ടിയിലുമൊക്കെ വളർത്തുന്ന ചെടികൾക്ക് മണ്ണിന് പകരമായി ഇത് ഉപയോഗിക്കാവുന്നതാണ്. ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകങ്ങൾ, വെള്ളം, വായു എന്നിവ ഈ മിശ്രം നൽകുന്നുണ്ട്. നാം പോട്ടി മിക്സ് കൃഷി ചെയ്യുമ്പോൾ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവയെല്ലാം പോട്ടി മിക്സിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. പോട്ടി മിക്സിൽ കൃഷി ചെയ്യുന്നതുകൊണ്ട് സസ്യങ്ങൾക്ക് നല്ല രീതിയിലുള്ള നീർവാർച്ചയും വായുസഞ്ചാരവും നൽകുന്നു. അതുപോലെ തന്നെ പോട്ടി മിശ്രിതത്തിൽ കൃഷി ചെയ്താലുള്ള മറ്റൊരു ഗുണം എന്ന് പറയുന്നത് മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളുടെ സാധ്യത കുറക്കുന്നു എന്നതുമാണ്. പോട്ടി മിക്സ് നിറച്ച ഗ്രോ ബാഗിന് വെയിറ്റ് കുറവായതിനാൽ ഗ്രോ ബാഗ് എടുത്ത് മാറ്റി വെക്കാനും മറ്റും വളരെ എളുപ്പവുമാണ്. അപ്പോൾ കടയിൽ നിന്നും വലിയ പൈസ കൊടുത്ത് വാങ്ങിക്കാതെ എങ്ങനെ നമുക്ക് പോട്ടി മിക്സ് തയ്യാറാക്കാമെന്ന് നോക്കാം. പോട്ടി മിക്സിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ചകിരിച്ചോറ്. ഇവിടെ ചകിരിച്ചോറിന് പകരമായി നമ്മൾ മറ്റൊരു വസ്തുവാണ് ചേർക്കുന്നത്. സാധാരണയായി പോട്ടി മിക്സിൽ ചെറിയ അളവിൽ ചേർക്കേണ്ടത് മണ്ണ് തന്നെയാണ്. നമ്മുടെ പ്രദേശത്ത് ഏതുതരം മണ്ണാണോ ഉള്ളത് അതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. മണ്ണ് ഉപയോഗിക്കുന്നതിന് മുമ്പായി കുമ്മായമിട്ട് വെയിൽ കൊള്ളിച്ച മണ്ണായിരിക്കും എടുക്കേണ്ടത്. അത് നിർബന്ധമാണ്. മണ്ണിലുള്ള ചെറിയ ചെറിയ കല്ലുകളൊന്നും മാറ്റേണ്ടതില്ല. അതൊക്കെ മണ്ണിന് എയറേഷൻ കൂട്ടാൻ നല്ലതാണ്. വലിയ കട്ടകളും കല്ലുകളും ഉണ്ടെങ്കിൽ അതുമാത്രം നീക്കം ചെയ്താൽ മതിയാവും. രണ്ടാമതായി പോട്ടി മിക്സിൽ ഉപയോഗിക്കേണ്ടത് ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടി പല അളവിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് 5 കിലോയുടെ പാക്കറ്റാണ്. 1 കിലോയുടെ പാക്കറ്റിന് 30 രൂപയാണ് വില. നിങ്ങൾക്ക് കൂടുതൽ ഗ്രോ ബാഗുകൾ തയ്യാറാക്കാനുണ്ടെങ്കിൽ 5 കിലോയെങ്കിലും വാങ്ങുന്നതായിരിക്കും ലാഭം. ചാണകപ്പൊടിക്ക് പകരമായിട്ട് നമ്മുടെ വീട്ടിലുള്ള കരിയില കമ്പോസ്റ്റോ അല്ലെങ്കിൽ ചായയില കമ്പോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും കമ്പോസ്റ്റുകൾ ചേർത്ത് കൊടുത്താലും മതിയാവും. മൂന്നാമതായി എല്ലുപൊടിയാണ് വേണ്ടത്. എല്ലുപൊടി കുറച്ച് മാത്രം ചേർത്താൽ മതി. ഒരു ഗ്രോ ബാഗിലേക്കുള്ള അളവിലാണ് ഞാനിവിടെ പോട്ടി മിക്സ് തയ്യാറാക്കുന്നത്. ഇനി ചേർക്കേണ്ടത് ഒരു പിടി വേപ്പിൻ പിണ്ണാക്കും കൂടിയാണ്. വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുന്നതുകൊണ്ട് മണ്ണിലെ നിമവിരകൾ പോലെയുള്ള കീടങ്ങളുടെ ആക്രമണം ഇല്ലാതിരിക്കാനും ചെടിയുടെ വളർച്ച ത്വരിതപ്പെടുത്താനും സഹായകമാണ്. ഇനി അവസാനമായി പോട്ടി മിക്സിൽ ചേർക്കേണ്ടത് ചകിരിച്ചോറാണ്. അത് ഇത്തിരി കോസ്റ്റ്ലി ആയതുകൊണ്ട് അതിന് പകരക്കാരനായ വസ്തു നമ്മുടെയൊക്കെ വീട്ടിൽ തന്നെയുണ്ട്. അത് മറ്റൊന്നുമല്ല, വീടിൻ്റെ മെയിൻ വാർപ്പിൻ്റെ മുകളിൽ, ടെറസിൻ്റെ മുകളിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൂപ്പായലില്ലേ, അത് തന്നെയാണ് ചകിരിച്ചോറിന് പകരമായിട്ട് പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ ചേർക്കാനുള്ളത്. മഴ മാറി നിൽക്കുന്ന ഈ സമയത്ത് ഇതേപോലെ ഉണങ്ങിക്കിടപ്പുള്ള പൂപ്പായലാണ് എടുക്കേണ്ടത്. ഇതിന് ചെറിയൊരു നനവ് നിൽപ്പുണ്ട്. ശരിക്കും ഉണങ്ങിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. ചകിരിച്ചോറ് പോലെ തന്നെ പൂപ്പായൽ വെള്ളം ആഗിരണം ചെയ്ത് നിർത്താനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്ന ജലസേചനം ഒഴിവായി കിട്ടുകയും അതുപോലെ ചെടികളുടെ വേരുകൾ നന്നായി വളരുകയും ചെയ്യും. ചകിരിച്ചോറ് ചേർത്താൽ കിട്ടുന്ന അതേ പ്രവർത്തനം തന്നെയാണ് പൂപ്പായൽ ചേർക്കുന്നതുകൊണ്ട് ചെടികൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ പോട്ടി മിക്സ് തയ്യാറാക്കാനുള്ള ചേരുവകളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ എല്ലായിടത്തേക്കും ആകുന്ന പോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ കൂടെ ഒരു പിടി മണൽ കൂടി ചേർത്ത് കൊടുത്താൽ ചിലവ് കുറഞ്ഞ ഗുണമേന്മയുള്ള അടിപൊളി പോട്ടി മിക്സ് തയ്യാറാക്കി കഴിഞ്ഞു. ഇനി നാം തയ്യാറാക്കിയ പോട്ടി മിക്സ് ഈ ചെടിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ ചട്ടിയുടെ അടിയിലായിട്ട് ഒരു പിടി കരിയില ഇട്ട് കൊടുത്താൽ നല്ലതാണ്. നാം ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ചട്ടിയിൽ കെട്ടി നിൽക്കാൻ അനുവദിക്കാതെ വാർന്നു പോവാൻ കരിയില ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് സഹായമാകുന്നു. ഇനി കരിയിലയുടെ മുകളിലേക്കായി നാം തയ്യാറാക്കി വെച്ച പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചട്ടിയുടെ 3/4 ഭാഗം നിറച്ചാൽ മതി. കാരണം ചെടി വളരുന്നതിനനുസരിച്ച് വളവും പോട്ടി മിക്സുമൊക്കെ നമുക്ക് ഇനിയും ചേർക്കേണ്ടതുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തൈ നട്ടു കൊടുക്കാം. നമുക്ക് വെണ്ടയുടെ തൈയാണ് ഞാനിവിടെ നട്ടു കൊടുക്കുന്നത്. ഇത് വിത്ത് പാകി മുളപ്പിച്ച് മാറ്റി നടാനായ തൈയാണ്.
അപ്പോൾ പോട്ടി മിക്സ് തയ്യാറാക്കുന്ന വിധം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ലൈക്കും ഷെയറും ചെയ്യുമല്ലോ. അതേപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സഹകരിക്കുമല്ലോ. ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.